ഡോക്ടർ അംബേദ്കറുടെ സ്വപ്നം സാക്ഷാത്കരിച്ചത് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷമാണെന്ന് ആറ്റിങ്ങൽ എൻ.ഡി.എ സ്ഥാനാർത്ഥി വി മുരളീധരൻ. ദളിതരുടെ ഉന്നമനത്തിനായി ഏറ്റവും കൂടുതൽ പരിശ്രമിച്ചിട്ടുള്ള സർക്കാരാണ് നരേന്ദ്രമോദിയുടേതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തിരുവനന്തപുരം കാട്ടാക്കടയിൽ KPMSന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സാഹോദര്യ സംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ അടിസ്ഥാന വർഗ ജനവിഭാഗത്തിന് മെച്ചപ്പെട്ട ജീവിതം സാധ്യമായത് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷമാണ്. PM അജയ് മുതലായ നിരവധി പദ്ധതികളാണ് പിന്നോക്കക്ഷേമം ലക്ഷ്യമാക്കി മോദി സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയത്. രാജ്യത്ത് അംബേദ്കറുടെ പേര് പറഞ്ഞ് മോദി വിരുദ്ധത സൃഷ്ടിക്കുമ്പോൾ അംബേദ്കറുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനാണ് നരേന്ദ്രമോദി ശ്രമിക്കുന്നതെന്ന് വി മുരളീധരൻ ഓർമ്മിപ്പിച്ചു. ഭാരതത്തെ സംബന്ധിച്ചിട്ടുള്ള സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമായി തുടങ്ങിയത് 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷമാണ് എന്ന് പറയാൻ എനിക്ക് ഒരു മടിയുമില്ല. നരേന്ദ്രമോദിക്കെതിരായിട്ട് അംബേദ്കറുടെ പേര് ഉപയോഗിച്ചുകൊണ്ട് മോദി വിരുദ്ധത ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ വസ്തുതകൾ എന്താണ് എന്ന് പറയേണ്ടത് ആവശ്യമാണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ സന്ദർഭത്തിൽ അത് പറയാൻ മുന്നോട്ട് വന്നിട്ടുള്ളത്. ദളിത് വിഭാഗങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി കഴിഞ്ഞ കാല സർക്കാരുകൾ നടത്തിയിട്ടുള്ള പരിശ്രമങ്ങളുടേക്കാൾ എത്രയോ ഇരട്ടിയാണ് നരേന്ദ്രമോദി സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അംബേദ്കറുടെ സ്വപ്നങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചവരാണ് ഇന്ന് അദ്ദേഹത്തിനായി വാദിക്കുന്നത്. ഭരണഘടനയോടും ഡോക്ടർ അംബേദ്കറോടുമുള്ള നരേന്ദ്രമോദിയുടെ പ്രതിബദ്ധത ഭരണഘടനാ ദിനാചരണത്തിലൂടെ പ്രകടിപ്പിച്ചതാണെന്നും വി മുരളീധരൻ വ്യക്തമാക്കി. സമൂഹത്തിലെ അധസ്ഥിത വിഭാഗത്തിൽ നിന്ന് പ്രതിസന്ധികളോട് പോരാടി വിജയിച്ചവരാണ് അംബേദ്കറും മോദിയും. പട്ടിണിയും അടിച്ചമർത്തലുകളും രണ്ടുപേരും നേരിട്ടു. അസമത്വം ഇല്ലാതാക്കാൻ വേണ്ടിയാണ് രണ്ടുപേരും പ്രവർത്തിച്ചത്. രണ്ടുപേരും ഇന്ത്യക്ക് വേണ്ടി വലിയ സ്വപ്നങ്ങൾ കണ്ടു. രണ്ടുപേരും പ്രായോഗികതയിലും പ്രവൃത്തിയിലും വിശ്വസിക്കുന്നവരായി. അംബേദ്കറുടെ സ്വപ്നങ്ങൾ എന്തൊക്കെയായിരുന്നു? പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് അവരുടെ ഉന്നമനം, എല്ലാവർക്കും അവസര സമത്വം. തുടർന്ന് വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു. ഭരണഘടന ആലേഖനം ചെയ്ത ഫലകം നൽകിയാണ് ആദരിച്ചത്. ഡോക്ടർ അംബേദ്കറുടെ ജന്മദിനമായ ഇന്നലെ തിരുവനന്തപുരം കാട്ടാക്കടയിലെ KPMSന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സാഹോദര്യ സംഗമത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു ആറ്റിങ്ങൽ NDA സ്ഥാനാർത്ഥി കൂടിയായ കേന്ദ്രമന്ത്രി വി മുരളീധരൻ. രാവിലെയും വൈകിട്ടുമായി നടന്ന പരിപാടിയിൽ രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിലെ നിരവധി പേർ പങ്കെടുത്തു. ജനം, തിരുവനന്തപുരം.